സർവീസിൽ നിന്ന് വിരമിച്ച ദിവസം വീട്ടിലേക്ക് പോകാതെ ലഹരിക്കെതിരെ ബോധവൽക്കരണ യാത്രയുമായി സമൂഹത്തിലേക്ക് ഇറങ്ങി മാതൃകയാവുകയാണ് കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ഷാജഹാൻ. ഒരു മാസത്തെ സൈക്കിൾ യാത്ര മന്ത്രി ജെ ചിഞ്ചുറാണി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഷാജഹാനൊപ്പം സൈക്കിൾ ചവിട്ടി മന്ത്രിയും ജനപ്രതിനിധികളും ഒപ്പം കൂടി. സമൂഹത്തിന്റെ എല്ലാ മേഖലയിലേക്കും ലഹരി എന്ന വിപത്ത് വ്യാപിച്ചതാണ് ബോധവൽക്കരണ യാത്രയ്ക്ക് ഷാജഹാനെ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് വിരമിക്കൽ ദിവസം തന്നെ കാത്തിരിക്കുന്ന വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഒപ്പം കൂടാതെ ഷാജഹാൻ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമായി ഒരു മാസം കൊണ്ട് 2025 കിലോമീറ്ററാണ് ഷാജഹാൻ സഞ്ചരിക്കുന്നത്. റൈഡ് വിത്ത് ഷാജഹാൻ എന്ന വാട്സപ്പ് കൂട്ടായ്മയുടെയും പോലീസ് അസോസിയേഷന്റെയും പിന്തുണയോടെയാണ് ഷാജഹാന്റെ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ യാത്ര. 2025 കിലോമീറ്ററാണ് യാത്ര. ഇന്ന് ഈ സ്റ്റേഷനിൽ നിന്ന് ഞാൻ റിട്ടയർ ചെയ്യുകയാണ്. റിട്ടയർ ചെയ്ത് നേരെ ഈ ഹെൽമറ്റ് ഈ ലഹരി വിരുദ്ധ വിരുദ്ധ യാത്രയായിട്ട് പോവുകയാണ്. അതിൽ കേരളത്തിൻ്റെ 14 ജില്ല കവർ ചെയ്തുള്ള യാത്രയാണ്. ഇപ്പം ഈ കാലഘട്ടത്തിൽ നമ്മൾക്കറിയാം, നമ്മുടെ സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹാവിപത്താണ് ലഹരി. ലഹരിക്കെതിരെ ശക്തമായ രീതിയിൽ പോരാടണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഈ റിട്ടയർ ചെയ്യുന്ന ദിവസം തന്നെ ഞാൻ ഇറങ്ങിത്തിരിക്കുന്നത്. 26 ദിവസത്തെ യാത്രയാണ്. 26ാമത്തെ ദിവസം കഴിഞ്ഞ് ഞാൻ ഈ സ്റ്റേഷനിലോട്ട് തിരിച്ചു വരുന്നുള്ളൂ. അതിനുശേഷം നേരെ വീട്ടിലേക്ക് പോകും. സപ്പോർട്ട് പോലീസിന്റെയും പൊതുജനങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിൽ കൂടിയാണ് ചെയ്യുന്നത്. എല്ലാ ജനങ്ങളും, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള എല്ലാ ജനങ്ങളും ഉണ്ട്. ഒരു റൈഡ് വിത്ത് ഷാജഹാൻ എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. റൈഡ് വിത്ത് എന്നുള്ള ഗ്രൂപ്പിൽ കൂടിയാണ് ഇതിൽ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. റൈഡ് വിത്ത് എന്നുള്ള ചാനലിൽ കൂടിയുള്ള ഒരു സപ്പോർട്ടുണ്ട്. എങ്കിലും കേരളം മൊത്തം എനിക്കൊപ്പം ഉണ്ട് ഈ ലഹരിക്കെതിരെ ആയതുകൊണ്ട്. ഇത് 2025 കിലോമീറ്ററാണ്. അപ്പോൾ ഒരു കേരള പോലീസിന്റെ യോദ്ധാവ് എന്നൊരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തെ കൊണ്ട് ജനങ്ങളെ അറിയിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഈ യാത്രയിലുണ്ട്. കേരള പോലീസിന്റെ യോദ്ധാവിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ 9995566666 എന്ന നമ്പറാണ്. അത് ഞാൻ ജനങ്ങളെ അറിയിച്ചുകൊണ്ടുള്ള ഒരു യാത്രയുണ്ട്. യാത്രയ്ക്ക് മുന്നോടിയായി കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നും വിരമിക്കുന്ന ഉദ്യോഗസ്ഥരായ ഷാജഹാനും ജയലാലിനും യാത്രയയപ്പ് നൽകി. മന്ത്രി ജെ ചിഞ്ചുറാണി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബൈക്കുകളും വാഹനങ്ങളും ഉപയോഗിച്ച് വലിയ ആക്സിഡന്റ്, എന്ത് സ്പീഡിലാണ് ആ വാഹനങ്ങൾ ഓടിക്കുന്നത്. വാഹനത്തിന് ഒരു ലക്കും ലഗാനുമില്ലാതെ വരുന്നൊരവസ്ഥ നമുക്ക് കാണുവാൻ കഴിയുന്നു. വഴിയിലൂടെ പോകുന്ന യാത്രക്കാരെ ഉൾപ്പെടെ ഇടിച്ചു കൊല്ലുന്ന അവസ്ഥ നമുക്ക് കാണുന്നു. സ്വന്തം അച്ഛനെയും അമ്മയും തിരിച്ചറിയുവാൻ പോലും പറ്റാതെ അവരെ വെട്ടി കൊല്ലാൻ പോകുന്ന അവസ്ഥ നമ്മുടെ കേരളത്തിൽ പലയിടവും നമുക്ക് കാണുവാൻ കഴിയും. 13 വയസ്സുള്ള ആൺകുട്ടി ലഹരി ഉപയോഗിച്ച് സ്വന്തം സഹോദരിക്ക് ലഹരി കൊടുക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. അച്ഛനും അമ്മയും വെട്ടുകൊണ്ട് ഒരുപാട്, എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു മൃതപ്രായമായി കഴിഞ്ഞപ്പോൾ അവരെ ആശുപത്രിയിൽ എത്തിച്ചു. അവരിന്ന് ഭേദമായി പുറത്തു വന്ന് മാധ്യമങ്ങളോട് അവർ തുറന്നു പറഞ്ഞത് ഒന്നാണ്, ഞങ്ങൾ ഇനി ഞങ്ങളുടെ വീട്ടിൽ പോകില്ല, ഞങ്ങൾ വൃദ്ധസദനത്തിലേക്ക് പോകാം. അവരെന്ന് ജയിലിനകത്ത് ഇറങ്ങുന്നു അന്ന് ഞങ്ങൾ വെട്ടിപ്പോയി. അത് പറഞ്ഞത് കേരളത്തിലെ അച്ഛനും അമ്മയും വരെയാണ്. യാത്രയപ്പിന് ശേഷം ആരംഭിച്ച ഷാജഹാന്റെ സൈക്കിൾ യാത്ര മന്ത്രി ജെ ചിഞ്ചുറാണി ഫ്ളാഗ് ഓഫ് ചെയ്തു. മന്ത്രി ജെ ചിഞ്ചുറാണി, NK പ്രേമചന്ദ്രൻ MP, M നൌഷാദ് MLA, കമ്മീഷണർ കിരൺ നാരായണൻ IPS, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുമാർ എന്നിവരും സൈക്കിൾ ചവിട്ടി ഷാജഹാന്റെ യാത്രയ്ക്ക് പിന്തുണ നൽകി. വെസ്റ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നും 2 കിലോമീറ്ററോളം നഗരത്തിലൂടെ സൈക്കിൾ ചവിട്ടി ചിന്നക്കട വരെ വന്ന് ഷാജഹാന് ഹസ്തദാനം നൽകിയ ശേഷമാണ് കമ്മീഷണർ കിരൺ നാരായണൻ IPS മടങ്ങിയത്. ഒരു മാസത്തെ ബോധവൽക്കരണ യാത്രയ്ക്ക് ശേഷം തിരികെ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിയ ശേഷമാണ് ഷാജഹാൻ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുക.